BAMS കിട്ടില്ലേ ആയുർവേദം? ഓക്കെ, അപ്പൊ പിന്നെ താല്പര്യമുള്ളവരും കൊടുക്കുക. അഗ്രികൾച്ചർ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ചെയ്യാ? അത് കഴിഞ്ഞിട്ട് പറ. സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ അഗ്രികൾച്ചർ ഫാം നടത്താൻ വേണ്ടിട്ട് ഇത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് അഗ്രികൾച്ചറിന്റെ കാര്യമില്ല, ഗവൺമെന്റ് ജോലിന് കാത്തിക്കണം. ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് എന്താ കിട്ടുക? അല്ലെങ്കിൽ പിന്നെ റിസർച്ചിനൊക്കെ പോകണം. പിന്നെ അഗ്രികൾച്ചർ നമ്മുടെ സർവകലാശാലയിൽ പോയിട്ട് റിസർച്ച് നടത്തുക. അവിടെ കുറച്ചു കാലം MBA വിത്ത് അഗ്രികൾച്ചർ ഒക്കെ നടത്തിയിട്ടുള്ള കോഴ്സിന് ക്ലാസ് എടുക്കാനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞവരും വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ സ്വന്തം പ്രൊഡക്ഷൻ തുടങ്ങണം, ഒരു വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് കമ്പനി തുടങ്ങണം. എന്തിനാ ഹോസ്റ്റലില്? താൻ വിട്ട് പോടി, എന്നിട്ട് വല്ല BDSനും ചേരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സിന് ചേരും. മതിയാക്കിപ്പോ. ഇന്ന് വൈകുന്നേരം കെട്ട് സൺഡേ, എന്നിട്ട് BDSന് ചേര്. അല്ലെങ്കിൽ ഏത് കോഴ്സ് പഠിച്ചാലും നല്ലതാണ്, പക്ഷെ സൂപ്പർ ആയിട്ടുള്ള ഒരു എയിം വേണം ജീവിതത്തിൽ. അതാ വേണ്ടത്. മനസ്സിലായോ? നമുക്ക് വേറെ ആരെങ്കിലും ജോലി തരുന്ന പഠിക്കും. BDS ആയാലും സ്വന്തം ഒരു ക്ലിനിക്ക് ഇടണമെങ്കിൽ നല്ലപോലെ കാശിറക്കണം. മനസ്സിലായോ? വേറെ ആരൊക്കെ ഉണ്ട്? സിബ്ലിങ്സ്? ഓക്കെ, താൻ നല്ലോണം പഠിക്കുമെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള ഏത് കോഴ്സിന് ചേർന്നാലും അത് അഗ്രികൾച്ചർ കഴിഞ്ഞിട്ട് ഇപ്പം ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എഴുതാന്ന് വിചാരിക്കും. IFSI ഈക്വലന്റ് ടു IASI. അല്ല, സിവിൽ സർവീസിന് പോണം. ഏത് കോഴ്സ് ചേർന്നാലും നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, പഠിക്കാനുണ്ട്, ആ എബിലിറ്റി ഒക്കെ ഉണ്ട്, പഠിക്കാൻ കഴിയും, മനക്കെടും എന്നൊക്കെ തയ്യാറാണെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കണേ? എന്റെ കുട്ടി, ഞാൻ ഇന്നോ ഇന്നലെ അങ്ങാണ്ട് ആരോടോ ഡിസ്കസ് ചെയ്ത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഈ റിപ്പീറ്റിന്റെ കുഴപ്പം എന്താ വെച്ചാല് കൂടെ കാണുന്നവരൊക്കെ തോറ്റവരാണ്. ഫെയിലിയേഴ്സിന്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മളൊരു മോട്ടിവേറ്റഡ് ആവില്ല. നമ്പർ 1. നമ്പർ 2, മോക്ക് ചിലപ്പം കെമിസ്ട്രിയിൽ ഇന്ന ചാപ്റ്റർ വളരെ എളുപ്പമായിരിക്കും, ഫിസിക്സിൽ വേറൊരു ചാപ്റ്റർ വളരെ എളുപ്പമാണ്, അല്ലെങ്കിൽ ബയോളജിയിൽ ഒരു ചാപ്റ്റർ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതൊന്നും നോക്കാതെ ഒരേ ലെവലിൽ വിളമ്പുന്നവരാണ് എല്ലാ ടീച്ചർമാരും. അപ്പൊ നിങ്ങളുടെ 80% ഓഫ് ദ ടൈം വേസ്റ്റ് ആണ്. ഏത് പോർഷനാണോ നമുക്ക് അറിയാത്തത് അത് മാത്രം പഠിക്കണം പറ്റും വീട്ടിലിരുന്ന് പഠിച്ചാല്. അപ്പൊ ഈ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടും റിപ്പീറ്റ്, ഈ ഒറ്റൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടും റിപ്പീറ്റ് ബാച്ച് നടത്തില്ല. ഇപ്പൊ 2 കൊല്ലമായില്ലേ ഓൾറെഡി. തനിക്ക് ഇന്റഗ്രേറ്റഡ് +2 ഒന്നും കൂടി ചെയ്യായിരുന്നില്ലേ? അല്ല, ഞാൻ +1 +2 തന്നെ ഒരു പ്രാവശ്യം കൂടി ചെയ്യായിരുന്നു, റിപ്പീറ്റ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റഡ്. അല്ല, ഇപ്പൊ എന്തായാലും ഒരു കൊല്ലം മെനക്കെട്ടിട്ട് ചെയ്യുന്നതിനേക്കാളും ഭേദം ഇന്റഗ്രേറ്റഡ് റിപ്പീറ്റഡ് ആയിട്ടൊരു ബാച്ച്, ഇന്റഗ്രേറ്റഡ് +1 +2 ചെയ്തിട്ട് ആ സമയത്ത് AFMCയോ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജോ എയിംസോ ഒക്കെ കിട്ടുന്ന വിധത്തിൽ പ്രിപ്പയർ ചെയ്യണം. ഏതായാലും ഒരു കൊല്ലം കളയുന്നതിന് വരെ 2 കൊല്ലം കളഞ്ഞൂടെ? നല്ല പോലെ പഠിക്കുകയാണെങ്കിൽ വീട്ടിലിരുന്ന് കുറേ പഠിച്ച ഏതെങ്കിലും ഒരു ഡിഗ്രി കയ്യിലുണ്ടായാലും നല്ല ജോബിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, പക്ഷെ ആ ഗ്രാജുവേഷൻ അല്ല പ്രാധാന്യം. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ കുറേ എക്സ്ട്രാ നോളജ് ഉണ്ട്, ആ നോളജ് നല്ലപോലെ എടുക്കാൻ പറ്റും. അത് നല്ലപോലെ പഠിക്കണം. അപ്പൊ BDS പഠിച്ചാല് നല്ലതാണ്, പക്ഷെ സ്വന്തം പ്രാക്ടീസ് ചെയ്യാൻ കാശിറക്കണം. ഓക്കെ, നമ്പർ 1. നമ്പർ 2, അഗ്രികൾച്ചർ പഠിച്ചു കഴിഞ്ഞാൽ ആ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. പക്ഷെ ഒരു ബേസിക് കോഴ്സ് എന്നുള്ള നിലയിൽ ബാക്കി ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ പറ്റും. അതെ, പക്ഷെ അതിന് അത്രയും മെനക്കെട്ടിട്ട് ഒരു ഹോസ്റ്റലിലൊക്കെ പോയി താമസിച്ച് കുറെ ദൂരെയൊക്കെ പോയി നിന്നിട്ട് പഠിക്കണോ, അതോ വേറെ എന്തെങ്കിലും കോഴ്സുകൾ തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് കിട്ടാവുന്നിടത്ത് എടുക്കണോ എന്ന് ആലോചിക്കണം. കാരണം ഈ ഹോസ്റ്റലൊക്കെ ആകുമ്പോൾ ഈ ഇന്റർനെറ്റും ഫെസിലിറ്റിയും ഓപ്പൺ കോഴ്സും ഒന്നും നടക്കില്ല. പിള്ളേരൊക്കെ ആ ഒരു മൂഡിലായിരിക്കും. അവരൊന്നും വലിയ ഹൈലി മോട്ടിവേറ്റഡ് ആവണമെന്നില്ല പലപ്പോഴും. അപ്പൊ ആ ഗ്രൂപ്പിൽ പെടുമ്പോൾ നമ്മളും അങ്ങനെ ആവാണ്ടിരുന്നാൽ മതി.
അല്ലെങ്കിൽ അതിനേക്കാളും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ബാച്ചിലുള്ള എല്ലാരെയും നന്നാക്കാൻ നിങ്ങൾ തീരുമാനിക്കുക. അങ്ങനെയും പറ്റുമല്ലോ. അതെ അപ്പൊ അത് ഏത് ഗ്രൂപ്പിലാണ് പെടുക എന്ന് എനിക്കറിയില്ല. താൻ ഏത് ഗ്രൂപ്പിലാ പെടുക? അങ്ങനെയാണെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അടിച്ചിട്ട് തന്നെ ലീഡറാക്കി മാറ്റാം. ശരി.